പത്തനംതിട്ട കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിൽ ചികിത്സാ പിഴവെന്ന് പരാതി. 14-കാരന്റെ ഒടിഞ്ഞ കൈക്ക് ശസ്ത്രക്രിയ നടത്തിയ ശേഷം കൈ വളഞ്ഞു പോയെന്ന് ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകി. അരുവാപുരം സ്വദേശി തൻസീറിന്റെ കൈ ഒടിഞ്ഞതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ നവംബറിൽ ചികിത്സ തേടിയിരുന്നു. ഒടിഞ്ഞ കൈയിൽ ശസ്ത്രക്രിയ നടത്തി പ്ലാസ്റ്റർ ഇട്ട് 2.5 മാസം ചികിത്സ നൽകി. ഒടുവിൽ കൈ വളഞ്ഞു പോയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവത്തിന് പിന്നാലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ആശുപത്രി സൂപ്രണ്ടിനെ പ്രവർത്തകർ ഉപരോധിച്ചു. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, ഇതിപ്പോൾ ആവർത്തിക്കപ്പെടുകയാണ് ഇതുപോലുള്ള ചികിത്സാ പിഴവുകൾ. ഇവിടെ ഒരു 14-കാരൻ്റെ ഒരു കൗമാരക്കാരൻ്റെ ഭാവി ജീവിതം തന്നെ തകർക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഉണ്ടായത്. അതായത് ശസ്ത്രക്രിയ നടത്തിയ കൈ വളഞ്ഞു പോകുന്നു. ഇവിടെയും എന്ത് മറുപടിയാണ് ഈ വിഷയത്തിൽ ആശുപത്രി അധികൃതർ നൽകുന്നത്? സംഭവത്തിൽ വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ അരുവാപ്പന സ്വദേശിയായ 14-കാരന്റെ കൈ ശസ്ത്രക്രിയ ചെയ്താണ് ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവ് ഉണ്ടാകുന്നത്. അത് 2.5 മാസം മുമ്പാണ് ഈ കൈ ഒടിവ് സംഭവിച്ച് കോന്നി മെഡിക്കൽ കോളേജിൽ എത്തുന്നു. പിന്നീട് അത് 2.5 മാസം ചികിത്സിക്കുന്നു, അത് സർജറി നടത്തുന്നു. അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ഈ പ്ലാസ്റ്റർ എടുത്തതിനു ശേഷം ഈ കൈ വളഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് പൂർവ്വസ്ഥിതിയിൽ അല്ലാത്ത രീതിയിലേക്ക് കൈ മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചികിത്സാ പിഴവെന്നാണ് ഈ തൻസീറിന്റെ മാതാപിതാക്കൾ ആദ്യം ആരോപിച്ചത്. പക്ഷേ ആശുപത്രി അധികൃതർ അതെല്ലാം തള്ളിക്കളയാണ്. അത്തരത്തിലുള്ള ചികിത്സാ പിഴവ് ഉണ്ടായില്ല എന്നുള്ള രീതിയിലേക്കാണ്. പിന്നീട് ഫിസിയോതെറാപ്പി ചെയ്താൽ ഇത് മാറുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ശസ്ത്രക്രിയ ചെയ്തിട്ടും ഈ ചികിത്സ നൽകിയിട്ടും ഈ 2.5 മാസം ചികിത്സിച്ചിട്ടും കുട്ടിയുടെ കൈക്ക് യാതൊരു രീതിയിലും ഭേദമാറ്റ സാഹചര്യം ഉണ്ടായി. പിന്നീട് 1.5 ലക്ഷം രൂപ മുടക്കി സ്വകാര്യ ആശുപത്രി എത്തിയതിനു ശേഷമാണ് ഈ ചികിത്സ നൽകിയതിനു ശേഷമാണ് കൈ പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ 3ഓളം ശസ്ത്രക്രിയകൾ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് നടത്തേണ്ടി വന്നു. അത് ഗുരുതരമായ ഒരു വീഴ്ച കോന്നി മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിൽ നിന്നുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രി അധികൃതർ സൂപ്രണ്ട് വിളിച്ചപ്പോഴും ഈ ഓർത്തോയുടെ നേതാവ് വിളിച്ചപ്പോഴും പറഞ്ഞത് അതൊരു ചികിത്സാ പിഴവല്ല, ഒരു സാരമായുള്ള കാര്യമല്ല, അത് അത്രയും സ്വാഭാവികമാണ് എന്നൊക്കെ രീതിയിൽ വളരെ ലളിതവൽക്കരിക്കുന്ന രീതിയിലാണ് ഈ ചികിത്സാ പിഴവിനെ അവർ ചൂണ്ടിക്കാട്ടി പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ കോന്നി പോലീസ് നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള പരാതിയും ഇപ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിക്കും ഒക്കെ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ച. രാവിലെ പ്രകടനമായി എത്തിയ പ്രവർത്തകർ ഹോസ്പിറ്റലിലേക്ക് കയറാൻ ശ്രമിച്ചു. അവിടെ വെച്ച് തന്നെ പോലീസ് ഇവരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ആശുപത്രിയിലേക്ക് കടക്കുകയും ഈ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിക്കുകയും ചെയ്തു. 1 മണിക്കൂറോളം ഉപരോധിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ ഒരു സമവായ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടും. അതിനുശേഷം നടപടിയിലേക്ക് കടക്കുമെന്നുള്ള സൂപ്രണ്ട് ഉറപ്പിന്മേലാണ് പിന്നീട് ഈ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത്. ഇത് നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം ഈ ചികിത്സാ പിഴവ് തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ള കാര്യം വലിയ ഗുരുതരമായ രീതിയിൽ വരികയാണ്. അത് നേരത്തെയും ഇതുപോലെ സമാനമായ രീതിയിൽ കുട്ടിയുടെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യനില എങ്ങനെയാണ്? ഈ കൈയുടെ അവസ്ഥ എങ്ങനെയാണ്? ഈ ഒരു നഷ്ടപരിഹാരം നൽകാനോ തുടർ ചികിത്സ നൽകാനോ ആരോഗ്യവകുപ്പ് തയ്യാറാകുമോ? അപ്പം അതാണ് ആവശ്യപ്പെടുന്നത്. പൂർണ്ണമായും നഷ്ടപരിഹാരം വേണം, ഒപ്പം തുടർ ചികിത്സയ്ക്കുള്ള പണം നൽകണമെന്നുള്ള കാര്യം കൂടി ആവശ്യപ്പെടുന്നു. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടിയുടെ കൈ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയ ശേഷം ശസ്ത്രക്രിയ നടത്തുകയും കൈക്ക് പൂർവ്വസ്ഥിതിയിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 1.5 ലക്ഷത്തോളം രൂപ ഈ കുടുംബത്തിന് ചെലവാകുകയും ചെയ്തു. 2-3 തവണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുകയും ചെയ്തു. അത്തരമെല്ലാം ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കും വലിയ രീതിയിലുള്ള പോരായ്മ അല്ലെങ്കിൽ ഈ ചികിത്സയിൽ അപാകത ഉണ്ടായെന്നുള്ള കാര്യമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആശുപത്രി അധികൃതർ ഇപ്പോഴും ഇക്കാര്യം സമ്മതിക്കുന്നില്ല. ചികിത്സാ പിഴവല്ല എന്നുള്ള കാര്യത്തിൽ നിൽക്കുകയാണ്. ഈ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ പറയുന്നത് ചെറിയ ആശുപത്രിയാണ്, മെഡിക്കൽ കോളേജ് ആണെങ്കിലും പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണ് ഉള്ളത്, അത്തരത്തിലാണെന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് ഈ ആശുപത്രി സൂപ്രണ്ട് അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സമരക്കാർ സംസാരിച്ചപ്പോഴൊക്കെ പറയുന്നത്. എന്തായാലും ഗുരുതരമായ ഒരു വീഴ്ച തന്നെ ഉണ്ടായി. ആ കുട്ടിയുടെ കൈ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു കൈയുടെ പത്തിയുടെ ഭാഗത്ത് ചെറിയ ഒടിവുണ്ടായതിനു ശേഷമാണ് ചികിത്സയ്ക്ക് അവിടെ എത്തുന്നത്. അത് പരിഹരിക്കാൻ കഴിയാത്ത രീതിയിൽ ഗുരുതരമാവുകയും ആ കൈക്ക് വളവ് സംഭവിക്കുകയും ചെയ്തു. അതൊരു ചികിത്സാ പിഴവ് തന്നെയാണെന്നാണ് ഏതായാലും ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോഴെല്ലാം അതിനെ പൂർണ്ണമായി ചികിത്സാ പിഴവല്ല എന്ന് പൂർണ്ണമായി തള്ളിക്കളയുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളതാണെന്ന് പറയുന്നതെന്നാണ് ഇപ്പോൾ പരാതിയായി വരുന്നത്.
യെസ്, വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഇതുപോലുള്ള ചികിത്സാ പിഴവുകളും വീഴ്ചകളൊക്കെ തുടർക്കഥയാകുമ്പോഴും ഡോക്ടർമാർ സമരത്തിലാണ്. അവരുടെ അതായത് പൊതുജനങ്ങളുടെ ആരോഗ്യമല്ല, അവരുടെ സുരക്ഷയല്ല ഈ ഡോക്ടർമാരുടെ പരിഗണന നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.